ദാമ്പത്യം വായിച്ചിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ദയവ് ഇത് സപ്പോർട്ട് തരണേ. ഈ സ്റ്റോറി ഇത്രത്തോളം നല്ലതാക്കി ഞാൻ എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവുമാണ്. ഓരോ വരികളും എഴുതുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ള റൈറ്റേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും നിങ്ങളുടെയൊക്കെ ഈ കട്ട സപ്പോർട്ട് തന്നെയാണ് കേട്ടോ. തുടർന്നും എന്നും നിങ്ങളുടെയൊക്കെ സ്നേഹവും സഹകരണവും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനിവിടെ തുടരുന്നു. ദാമ്പത്യം. രചന അവതരണം മിത്രവിന്ദ. നിന്റെ പെങ്ങൾക്കിവിടെ യാതൊരു കുഴപ്പമില്ലടാ. അവൾക്ക് പൂർണ്ണ സൗഖ്യം തന്നെ. പൊന്നു പോലെയാണ് അവളെ ഞാൻ നോക്കുന്നത്. അശ്വിൻ പറയുകയാണ്. എൻ്റെ പെങ്ങൾക്ക് സുഖമാണെന്ന് അവൾ പറയാതെ ഞാൻ എങ്ങനെ അറിയും? നിന്റെ വാക്കുകൾ വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. പ്രയാസമാണെങ്കിൽ നീ അവളോട് നേരിട്ട് ചോദിക്കേ. എന്തേലും ഒരു മോശം പറയുമെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് അങ്ങനെയല്ലല്ലോ അമ്മ പറഞ്ഞത്. നിനക്ക് അവൾ തരുന്ന ഭക്ഷണം കഴിക്കാൻ വയ്യെന്നും മരുന്ന് തരുന്നത് കഴിക്കാൻ വയ്യെന്നും ഒക്കെയാണല്ലോ ഞാൻ അറിഞ്ഞത്. എന്താടാ, നിനക്ക് അവൾ തരുന്നത് ഒന്നും ഇറക്കാൻ വയ്യേ? ഇനി വേറെ ആരെങ്കിലും നിനക്ക് എടുത്തു തരണോ? ഹോംലെസ്സിനെ അപ്പോയിന്റ് ചെയ്യണോ? മാരാർ ഗൗരവത്തിൽ ചോദിച്ചു. ഓ, അപ്പോഴേക്കും നിന്റെ കാതിലെത്തിയോ? സരസ്വതി മാഡം ഫോണും എടുത്ത് പതുങ്ങി പോകുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി. എന്ത് തോന്നി? അമ്മ എന്നെയാ വിളിക്കുന്നതെന്ന് നീ ഗണിച്ചറിഞ്ഞോ? മാരാർ അവനെ നോക്കി ദേഷ്യപ്പെട്ടു. അറിഞ്ഞു. കവട്ടി നിർത്തി നോക്കി. രാശിപ്പലകയിൽ തെളിഞ്ഞു വന്നതാ നീയും അമ്മയും തമ്മിലുള്ള സംഭാഷണം മുഴുവനും. എല്ലാം കേട്ടെങ്കിൽ എളുപ്പമായി. കാര്യങ്ങൾ നിന്നോട് കൂടുതൽ വ്യക്തമാക്കണ്ടല്ലോ അല്ലേ? അമ്മയും മോളും കൂടി ഇട്ടമ്പലം നിന്നിട്ട് പരിചരണോ? എനിക്കാണെങ്കിൽ തല പോലും പൊങ്ങുന്നില്ല. കുളിക്കാതെ കിടക്കുന്നുണ്ട് ദേഹത്ത് വല്ലാത്ത നീറ്റിലും വേദനയും. എടാ, എൻ്റെ അവസ്ഥ പറഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലാവില്ല ദേവ. ഭ്രാന്ത് പിടിക്കും പോലെയാ. അശ്വിൻ്റെ സംസാരം കേട്ടപ്പോൾ മാരാർക്കും സങ്കടം. എനിക്ക് പനിയാണോ ചുമയാണോ എന്നൊന്നും ആർക്കും അറിയണ്ട. എത്ര മേലാണെന്നോ വന്ന് കിടക്കുന്നത് എല്ലാം ചെക്ക് ചെയ്യണം. അതിൽ നോക്കിയിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് തലവേദന പോകാത്തത്. ശരിക്കും മടുത്ത ദേവാ. ആ പോട്ടെ, നീ എന്തായാലും റെസ്റ്റ് എടുക്ക്. ബാക്കിയൊക്കെ വരുന്ന പോലെ വരട്ടെ. അവളോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. അപ്പോഴത്തെ ദേഷ്യം അതുകൊണ്ട് പറ്റിപ്പോയതാ. ആൾക്ക് സങ്കടം വന്നു. എന്നാ ചെയ്യാനാ? ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും പറ്റുന്നില്ല. അവൻ പറഞ്ഞത് കേട്ടു നിന്ന മിക്കയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. ഇതൊക്കെ കഴിയട്ടെ, എൻ്റെ അച്ചുകൂട്ടൻ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും. അന്നേരം നീ എൻ്റെ പെങ്ങളെ ചേർത്ത് പിടിച്ചോടാ. മാരാർ പറഞ്ഞതും അശ്വിൻ ഒന്ന് ചിരിച്ചു. ശരിയടാ, നീ കുറച്ച് സമയം കിടക്ക്. ഫോണും ലാപ്പും ഒക്കെ എടുത്ത് എവിടെയെങ്കിലും മാറ്റിവെക്കും. എന്നിട്ട് പോയി കിടക്ക്. ഞാൻ നാളെ വിളിക്കാം. അശ്വിൻ തലകുലുക്കിയതും മാരാർ ഫോൺ വെച്ചു. മികയാണെങ്കിൽ കണ്ണുകൾ രണ്ടും അമർത്തി തുടച്ച് ഇറങ്ങി വന്നു. അശ്വിൻ പതിയെ കിടക്കയിലേക്ക് കിടക്കുവാൻ തുടങ്ങുകയായിരുന്നു. കുളിച്ചോ? മിക അവൻ ചോദിച്ചതും തലകുലുക്കി. ഇത്തിരി നേരം ഒന്ന് കിടക്കാൻ പോവാണ്. അവൾ ലൈറ്റ് ഓഫ് ചെയ്തു. ജനാലയുടെ കർട്ടനൊക്കെ വലിച്ചു നീക്കിയിട്ടു. എന്നിട്ട് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അശ്വിനും മാരാരും തമ്മിലുള്ള സംസാരം കേട്ടപ്പോൾ മികയ്ക്ക് പിന്നെയും സങ്കടം വന്നു. ഒപ്പം അവളുടെ ഉള്ളിൽ മാരാരെന്ന മനുഷ്യനെ പറ്റി ഉണ്ടായിരുന്ന ചിന്തകളും സംശയങ്ങളും അവൾ പോലും അറിയാതെ അകന്നു പോവുകയും ചെയ്തു. ദേവകി ചേച്ചി കോഫി കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ മാരാരത് വാങ്ങിച്ച് മേശയുടെ മുകളിൽ വെച്ചു. ചേച്ചി പൊയ്ക്കോളൂ, നേരം കുറേ ആയില്ലേ? മാരാർ അവരോട് പറഞ്ഞു. കാശുള്ളതും വേണോ ചേച്ചി? ചോദിക്കാൻ മടിക്കണ്ട കേട്ടോ. ഒന്നും വേണ്ട മോനെ, പൈസയൊക്കെ ഇരിപ്പുണ്ട്, അവർ ബബിതയോടെ പറയുകയാണ്. എങ്കിൽ പിന്നെ ചേച്ചി പൊയ്ക്കോ, ഇനി നാളെ വന്നാൽ മതി. തല കുലുക്കിക്കൊണ്ട് ചേച്ചി അടുക്കളയിലേക്ക് പോയി. മാരാർ കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭദ്ര അവൻ്റെ റൂമിലേക്ക് നടന്നു വന്നു. അച്ചുവേട്ടനായിരുന്നോ ഫോണിൽ? ഭദ്ര ചോദിച്ചതും മാരാർ തിരിഞ്ഞു നോക്കി. ആ, അവൻ മൂളി. സംസാരിക്കുന്ന കേട്ടിരുന്നു. പക്ഷെ ഞാൻ
കുഞ്ഞുണർന്നപ്പോൾ പാല് കൊടുക്കുമായിരുന്നു. ഇനി വിളിക്കണോ? വേണ്ട വേണ്ട, വിളിക്കൊന്നും വേണ്ട ദേവേട്ട. അച്ചോട്ടൻ എങ്ങനെയുണ്ട്? ക്ഷീണം കുറവുണ്ടോ? ഓ, അവന് വയ്യ. എന്തൊക്കെയോ അസ്വസ്ഥതകളാണെന്ന്. ദേഹത്ത് വേദന, തലവേദന. ശോ, ഇനിയിപ്പോ എന്തു ചെയ്യും? പാവം അച്ചോട്ടനല്ലേ, ജോലിക്ക് പോകാൻ ഒന്നും പറ്റില്ലല്ലോ. ബദിര സങ്കടത്തോടെ പറഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ കുറഞ്ഞു വന്നോളൂ. ഉള്ളിൽ കിടക്കുന്നതെല്ലാം വെളിയിൽ വരണം, എങ്കിലേ മാറ്റം വരുള്ളൂ. എന്തു പറയാനാ, ഇതിപ്പോ വന്നുപോയില്ലേ. മാരാർ എഴുന്നേറ്റ് ഒരു ടവലെടുത്തു. കണ്ണാടി നോക്കിക്കൊണ്ട് ടവലെടുത്തിട്ട് സിന്ദൂരം തുടച്ച് കളയുകയാണ്. ദാ, അവൻ കൃത്യം കണ്ടുപിടിച്ചു. എന്നെ നാറ്റിച്ചടങ്ങുമല്ലേടി. മാരാർ ഉച്ചത്തിൽ ബദ്രിയോട് ചോദിച്ചു. തന്റെ നെറുകയിലെ സിന്ദൂരം പറ്റിയതാണെന്ന് അവൾക്ക് മനസ്സിലായി. അതെ, ഇത്രയും പൊക്കവും മണ്ണും ഉള്ളപ്പോ ഞാൻ എന്ത് ചെയ്യും, അതുകൂടി പറയൂ. മാരാർ നോക്കിയപ്പോ ഇളയ്ക്ക് കയ്യും കൊടുത്ത് പെണ്ണ് നിൽപ്പുണ്ട്. അവൻ അടുത്തേക്ക് വന്നതും ഭദ്ര നെറ്റി ചൊളിച്ചുകൊണ്ട് മാരാരെ നോക്കി. എന്താ? മുഖം ഏർപ്പിച്ചുകൊണ്ടൊരു പ്രത്യേക ഭാവത്തിൽ അവൾ ചോദിച്ചു. എന്റെ പൊക്കവും മണ്ണോ നിനക്ക് അത്രയ്ക്ക് പ്രശ്നമായി പോയോടി? ഉടുത്ത കാവ്യമുണ്ട് അഴിച്ചു മടക്കി ഉടുത്തുകൊണ്ട് മാരാർ ഭദ്രയോട് ചോദിച്ചു. യാതൊരു പ്രശ്നവുമില്ല, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണെങ്കിൽ. എന്റെ വക്കീൽ സാറേ, സോറി. അവൾ കൈകൂപ്പി തൊഴുതു. എന്നിട്ട് അവന്റെ നെഞ്ചിൽ പറ്റിയ സിന്ദൂരം തന്റെ വിരൽ കൊണ്ട് തുടയ്ക്കാൻ ഒരു ശ്രമം നടത്തി. എന്തൊക്കെയോ അവൾ കാട്ടിക്കൂട്ടുന്നുണ്ട്. മാരാർക്കാണെങ്കിൽ ചിരി വന്നു. ഈ പെണ്ണിന്റെ കാര്യം. അവൻ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു. ഞാൻ അടുത്തു വരുമ്പോൾ നീ എന്തിനാ ഭദ്ര ഇങ്ങനെ വിറയ്ക്കുന്നത്? അവന്റെ ചോദ്യം കേട്ട് ഭദ്ര മുഖമുയർത്തി. ഞാൻ വിറച്ചില്ലല്ലോ, ദേവേട്ടന് തോന്നിയതാ. എനിക്കങ്ങനെ ഇപ്പൊ പേടിയൊന്നുമില്ല. അവൾ വാക്കുകൾ പെറുക്കി പെറുക്കി പറഞ്ഞു. ഈ വിറയല് ആദ്യം ഒന്ന് മാറ്റ്. ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ ഭർത്താവല്ലേ. എന്നെ വിറച്ചില്ല ദേവേട്ടാ, തോന്നുന്നതാ. ആണോ? എന്റെ തോന്നലാണോ? ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. അവളോട് പറയുന്ന ഒപ്പം തന്നെ മാരാർ ഒരു വികൃതി കാണിച്ചു. ഭദ്രയുടെ മിഴികൾ തെല്ലൊന്നുയർന്നു. പേടിയില്ലെങ്കിൽ പിന്നെന്തിനാ നിന്റെ ഹൃദയം ഇങ്ങനെ പിടഞ്ഞിടിച്ച് മുറവിളി കൂട്ടുന്നത്? ഇതെല്ലാം കൂടി പൊട്ടിത്തകർന്നു പോയാൽ പിന്നെ ഞാനും എന്റെ കുഞ്ഞുമോവും എന്തു ചെയ്യും പെണ്ണേ? പറയുന്നതിനൊപ്പം മാരാർ അവളുടെ നെഞ്ചിലേക്ക് തന്റെ കൈയൊന്ന് ചേർത്തു വെച്ചു. അയ്യേ, എന്തേ കാട്ടുന്നേ? ശേ, ഈ ദേവേട്ട്. കുതിരിക്കൊണ്ട് ഭദ്ര പെട്ടെന്ന് അവന്റെ കയ്യിൽ കടന്നു പിടിച്ചു. എന്നാൽ മാരാർ കൈയെടുത്തില്ല. പകരം ഇത്തിരി കൂടി അമർത്തി വെച്ചു. പറയടി, എന്തിനാ നീ ഇങ്ങനെ കിടന്ന് വിറയ്ക്കുന്നേ? അതൊന്ന് അറിഞ്ഞിട്ട് ബാക്കി. അവൻ ഭദ്രയുടെ മുന്നിലേക്ക് ചേർന്നു വന്നതും അവൾ ചുവരിൽ തട്ടി നിന്നു. ദേവേട്ട, കൈയെടുക്ക്. പിടയുകയാണ് അവളുടെ മിഴികൾ. പേടിയില്ലെന്ന് പറയുന്നുമുണ്ട്, എന്നാൽ പെണ്ണ് കിളുങ്ങനെ വിറയ്ക്കുകയുമാണ്. ഇതെങ്ങനെ ശരിയാകും ഭദ്ര? ഒന്നറിഞ്ഞിട്ട് തന്നെ ബാക്കി. തികഞ്ഞ ഗൗരവമാണ് ആ മുഖത്ത്. ഇനി മുഖം താഴ്ത്തി നിന്നാൽ ദേവേട്ടൻ എന്തേലും വഴക്കു പറഞ്ഞാലോന്നോർത്തുകൊണ്ട് ഭദ്ര മുഖം അല്പം ഉയർത്തിപ്പിടിച്ചാണ് നിൽപ്പ്. നേരെ നോക്കാൻ പെണ്ണിന് പേടിയാണെന്നുള്ളത് വേറെ കാര്യം. എന്റെ പൊക്കമാണ് ഭദ്രലക്ഷ്മിക്ക് പ്രോബ്ലം. അതുകൊണ്ടാണ് ഈ സിന്ദൂര രേണുക്കൾ എന്റെ നെഞ്ചിൽ പതിഞ്ഞതുപോലും, അല്ലേ ഭദ്ര? അവൻ അവളുടെ മുന്നിലേക്ക് മുഖം ഇത്തിരി കുനിച്ചു പിടിച്ചു. എന്റെ മുഖത്തേക്ക് നോക്കടി ഉണ്ടക്കാളി. അവന്റെ ശ്വാസം അവളുടെ കവിളി തട്ടി. ഉമിനീർ പോലും നിറക്കാൻ കഴിയാതെ ഭദ്ര അവനെ നോക്കി. ഈമ ചിമ്മുന്നത് കണ്ടപ്പോൾ അവന് ചിരി വന്നു. എന്നാലും ഒരൽപ്പം പോലും ചിരിയുടെ ലാഞ്ചന പുറത്ത് കാണിക്കാതെ അവൻ പിടിച്ചു നിന്നു. ഇങ്ങനെ മിടിക്കുന്നത് ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് നേരം കുറിയായി. എന്താ നിന്റെ ഉദ്ദേശം? ഇനി ഹോസ്പിറ്റലിൽ പോണോ ഭദ്ര? ദേവേട്ടന് തോന്നുന്നതാ, എനിക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഞാൻ ഓക്കെയാണ്. ഒന്ന് മാറി തന്നാ മതി. ഒറ്റ ശ്വാസത്തിൽ അവൾ പറഞ്ഞു. ഓ, അത് ശരി, എന്റെ തോന്നലാണല്ലേ. എന്നാ പിന്നെ അതിലൊരു ക്ലാരിഫിക്കേഷൻ നടത്തിയിട്ട് തന്നെ ബാക്കി. പറഞ്ഞുകൊണ്ട് അവൻ ഒരു വശം ചെരിഞ്ഞ് അവളുടെ മാറിലേക്ക് തന്റെ കാതൂരം ചേർത്ത് പോയതും ബദ്രി ഇനിയും പിന്നിലേക്ക് പോകാനാവാതെ ചുവരിൽ തട്ടി നിന്നു. ഇങ്ങനെ കിടന്നിടിച്ച് ബഹളം കൂട്ടിയാ ഞാൻ വേറെന്തെങ്കിലും കാട്ടിക്കൂട്ടും. ഇനി കുഞ്ഞമ്മുമായിട്ട് വഴക്കുണ്ടാക്കേണ്ടി വരുമോ ഭദ്ര?
അവന്റെ ആ പ്രവൃത്തിയിൽ ഭദ്ര അകത്തേക്ക് ശ്വാസം ഒന്ന് എടുത്തു വലിച്ചു. ദേവേട്ടാ, ദേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. കൊഞ്ചത് മാറുന്നുണ്ടോ വേഗം? നേരം കുറിച്ചായി തുടങ്ങിയിട്ട്. വേണ്ട വേണ്ടെന്ന് വെക്കും തോറും തലയിൽ കയറി നിരങ്ങുന്നോ? എല്ലാത്തിലും ഒരു പരിധിയുണ്ട്. ഭദ്രലക്ഷ്മി ആദ്യമായി ശബ്ദമുയർത്തി. അതും സാക്ഷാൽ ദേവദത്തന്മാരാരുടെ നേർക്ക്. ഒപ്പം അവനെ തള്ളിമാറ്റാനും മറന്നില്ലവൾ. ഡീ! മാരാർ ഇടം കൈകൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് തന്നിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. എന്താടീ, നിന്റെ നാവിന് ഇത്ര വേഗം നീളം വെച്ചോ? മാരാർ തന്റെ താടി വലം കൈകൊണ്ട് ഒഴിഞ്ഞ് അവളെ നോക്കി ചോദിച്ചു. ആ, വേണ്ടി വന്ന നീളം വെക്കും. ഇനി പറഞ്ഞില്ലെന്ന് വേണ്ട. ഭദ്രയും വിട്ടുകൊടുക്കാൻ ഭാവമില്ലാതെ അവന്റെ നേർക്ക് നോക്കി. എത്ര തവണ പറഞ്ഞു, എന്നിട്ടും കൊഞ്ചൽ മാറുന്നില്ലല്ലേ? എനിക്കിതൊന്നും ഇഷ്ടമില്ല. അവൾ പിന്നെയും ഇത്തിരി ശബ്ദത്തിൽ പറഞ്ഞു. വേണ്ട, ഇവിടെ നിന്റെ ശബ്ദം ഉയരണ്ട. അവൻ കൈയെടുത്ത് വിലക്കി. അതെ, ദേവദത്തന്മാരുടെ ഭാര്യയാണ് ഞാന്. അപ്പോൾ ഇത്തിരി ശബ്ദം ഉയർത്തുന്നതിൽ അത്ര കണ്ട് കുഴപ്പമുണ്ടെന്ന് തോന്നുന്നില്ലാട്ടോ. അവന്റെ കൈ തന്റെ ഇടുപ്പിൽ നിന്നും എടുത്തു മാറ്റിക്കൊണ്ട് അവനിൽ നിന്ന് അകന്നു മാറി. മാരാരവളെ ഉറ്റുനോക്കി നിന്നു. ഇനി ഇങ്ങനെ വഷളത്തരം കാണിച്ചുകൊണ്ട് എന്റെ അരികെ വന്നാലുണ്ടല്ലോ, മാരാരാണെന്നോ ഭർത്താവാണെന്നോ ഒന്നും ഞാൻ നോക്കില്ലാട്ടോ. നല്ല സ്വയംബൻ ഇടിയും കടിയും ഒക്കെ തരാൻ എനിക്ക് കണ്ണടച്ചു തുറക്കുന്ന നേരം മതി. ഒന്നുകൂടെ അവനെ ഭീഷണിപ്പെടുത്തിയ ശേഷം ഭദ്ര കുഞ്ഞിന്റെ അടുത്തേക്ക് പോയി. അവൾ പോകുന്ന നോക്കി നിൽക്കുകയാണവൻ. ഒപ്പം അവന്റെ ചുണ്ടിൽ വിരിഞ്ഞ അതിമനോഹരമായ പുഞ്ചിരി. അതപ്പോഴും അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഭദ്രലക്ഷ്മി പ്രതികരിക്കാൻ പഠിച്ചു. അല്ല, പഠിപ്പിച്ചു. ഈ ദേവേട്ടൻ പഠിപ്പിച്ചു. ഇതല്ലാതെ വേറെ വഴിയില്ല പെണ്ണെ. അതുകൊണ്ടല്ലേ? അവൻ മനസ്സിൽ പിറുപിറുത്തു. മുറിയിൽ കിടന്ന കസേരയിൽ ഇരിക്കുകയാണ് മാരാർ. ആരോടും എതിർത്ത് ഒരു വാക്കുപോലും പറയാത്ത, പരിഭവമോ പരാതിയോ ഇല്ലാത്ത, ദേഷ്യപ്പെടാനോ വഴക്കുണ്ടാക്കാനോ അറിയാത്ത, ഒരൽപ്പം പോലും പ്രതികരണശേഷിയില്ലാത്ത ഒരു പാവ അനാഥ പെണ്ണ്. തന്നിലേക്ക് ഇവളെ ചേർത്ത് വെച്ചപ്പോൾ താൻ എന്തൊക്കെ ആഗ്രഹിച്ചോ അതെല്ലാം തനിക്ക് ഇവളിൽ നിന്ന് നേടിയെടുപ്പിക്കണം. താൻ എങ്ങനെയാണോ അതേപോലെ ആവണം തന്റെ ഭാര്യയും. താൻ വഹിക്കുന്ന ഓരോ പദവികളിലും തന്നോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഭദ്രയ്ക്ക് കഴിയണം. ഇനി നാളെയൊരിക്കൽ താൻ ഈ ലോകത്തില്ലാതെ വന്നാലും ശരി, തന്റെ ഭദ്ര അന്തസ്സോടെ ജീവിക്കണം. ആരുടെയും കാല് പിടിക്കാതെ, ആരോടും ഒരു സഹായം പോലും ചോദിക്കാതെ, ആരുടെ മുൻപിലും തല താഴ്ത്താതെ തന്റെ പെണ്ണും കുഞ്ഞും കഴിയണം. അവളെ ആ ലെവലിൽ എത്തിച്ച ശേഷം മാത്രമേ ഇനി ഈ മാരാർക്ക് വിശ്രമമുള്ളൂ. തന്റെ ആദ്യ ഉദ്യമം എന്തായാലും വിജയം കൈവരിച്ചു. ബാക്കി ഓരോന്നും പിന്നാലെ വന്നോളൂ. കേട്ടോടി ഉണ്ടക്കാളി? മന്ത്രണം പോലെ പറഞ്ഞുകൊണ്ട് മാരാർ കസേരയിൽ ഒന്നമർന്നിരുന്നു. തുടരും. മക്കളെ, നമ്മുടെ മാരാർ പൊളിയല്ലേ? ഇതാണ് മാരാർ. ഒരിക്കലും ആർക്കും പ്രവചിക്കാൻ പോലും ആവാത്ത വിധത്തിലാണ് മാരാർ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ഇവിടെ 2 ദിവസം കറണ്ടില്ലായിരുന്നു. കാറ്റ്, മഴ, ഇടി. വെളുപ്പിന് 1:30 ആയപ്പോഴാണ് കറണ്ട് വന്നത്. അതാണ് സ്റ്റോറി ലേറ്റായത്.